താത്തി ഇമ്മച്ചി അളനും കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയതാണ്. ഇമ്മച്ചിനെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഇമ്മച്ചിക്ക് എന്തോ വയറുവേദന ആയിട്ട് അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ അളേനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അളേനും എന്തോ സീൻ ഉണ്ട്, എന്തോ ചെക്കപ്പ് എന്തോ ഉണ്ടായിരുന്നു. അതിന് വേണ്ടി ഓല് പോയിട്ട് വന്നപ്പോൾ ഞാനും കൂടെ പോയതാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ഇത് നമ്മളെ മലപ്പുറത്താണ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയ സമയത്ത് ഞാൻ ഉമ്മാന്റെ ചുരിദാർ ഇട്ടിട്ട് പോയത്. അതിനായിട്ട് എന്നെ ഈ തുറപ്പിച്ച് നോക്കണത്. വേണമെങ്കിൽ ഫാർമസിന്റെ മുന്നിൽ ഒരു 500 പേര് നിൽക്കൽ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ ആയിക്കണം. അവിടുത്തെ ഒരാൾ ഇന്റെ മാന മൈൻഡ് ചെയ്യണില്ല കേട്ടോ. നിങ്ങൾ ഗുണ്ട വിജുവിനെ ടീമിനെ കണ്ടിട്ടില്ലേ? ഇതപ്പ കണ്ടോളി. ഇതാണ് മെയിൻ ഗുണ്ട ദിൽറുബ സലീം. പിന്നെ ഇത് രണ്ടാമത്തെ ഏജന്റ് ഗുണ്ട ബാബു. ഇതാണ് പ്രായമായ ഗുണ്ട ബിജുവിന്റെ അമ്മ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിക്കാണ്ട് ചായ അടിക്കാൻ നടന്നിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഏത് മൂട് നടത്ത മൂട്. മലപ്പുറം ആറങ്കോട്ടിൽ പുതിയൊരു കഫേ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ കഫേയാണ്, ആപ്പിൾ കഫേയാണ്. അപ്പൊ അവിടെ കയറിയിട്ടില്ലായിരുന്നു. അവിടെ കയറിയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ബർഗറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മിനി ബർഗറും കോഫിയൊക്കെയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അളേനെ കാണാൻ വേണ്ടിയിട്ട്. അളേനക്ക് വയ്യാത്തതല്ലേ. ഞാൻ വന്ന് ഓന് ചായയും കുടിച്ച് ബർഗറൊക്കെ തിന്നു. എന്റെ പെരീക്കും പോയി. താത്തി അളേനും ഓല പെരീക്കും പോയി. ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ വീട്ടുകാരൊപ്പം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എങ്ങോട്ടാണെങ്കിലും ചാടി കയറി പോവാറുണ്ട്. പിന്നെ ഞാനും ഓട്ടോ കയറി പോന്നിട്ടുണ്ടായിരുന്നേ. ഓട്ടോ കയറിയിട്ടുണ്ടെങ്കിൽ ശ്മശാനായിട്ട് അങ്ങോട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഓൾഡ് ലേഡി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ബർഗർ ഇട്ടപ്പോൾ കൊച്ചു കള്ളിക്ക് ഹാപ്പി ആയേ.